ദീപാനിൽ ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. 4.5 വർഷത്തിലെ നിശബ്ദത അത് ക്രിമിനൽ കുറ്റമാണ് എന്ന്. പക്ഷെ അപ്പോഴും ഈ സമ്മർദ്ദത്തിൻ്റെ പുറത്തായാലും ആ റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളത് വിപ്ലവകരമായ കാര്യം തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ തുറന്നു കാട്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോൾ പ്രവർത്തിച്ചേ തീരൂ എന്നൊരു സമ്മർദ്ദം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ വാക്കുകൾ ശ്രദ്ധിച്ചത്. സ്ത്രീകളാണ് സിനിമാ മേഖലയിൽ, സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് എന്ന് തുറന്നു കാട്ടുന്ന ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ട് ഇപ്പോൾ 7 വർഷമാകുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 വർഷമാകുന്നു. ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള സ്ത്രീകളോടുള്ള ഒരു ലൈംഗികപരമായിട്ടുൾപ്പെടെയുള്ള അത്രത്തോളം തുറന്നെഴുതുന്ന ഒരു റിപ്പോർട്ട് ഒരു കമ്മിറ്റി സമർപ്പിക്കണമെങ്കിൽ അതിൽ മൊഴി കൊടുത്തിട്ടുള്ളവർ, അവരോട് ചെന്ന് സംസാരിച്ചിട്ടുള്ളവർ എത്രത്തോളം അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു റിപ്പോർട്ടിൽ ഇത്രയധികം തുറന്ന ഒരു റിപ്പോർട്ട്, ഇത്രയധികം ഒരു മറയുമില്ലാതെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലുള്ള ഒരു റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു മാനസികമായ വ്യാപാരത്തിൻ്റെ തുറന്നെഴുത്താണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയധികം പ്രാധാന്യമുള്ള ഗൗരവമേറിയ ഒരു റിപ്പോർട്ട് 5 വർഷം അത് പൂഴ്ത്തിവെച്ചതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ സർക്കാരും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ന്യായീകരിക്കുന്ന തരത്തിലുള്ള, അതൊന്നും പരാമർശിക്കാത്ത ഒരു സംസാരമായിരുന്നു ഇപ്പോൾ ഇവിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയും നടത്തിയത്. ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. പരാതിക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അതിനെതിരെ കേസെടുക്കുകയോ മറ്റും ചെയ്യുമെന്ന്. ഇത്രയധികം തുറന്ന ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് ജനങ്ങളോട് വിളിച്ചു പറയണം. എന്തിനും ഒരു സുതാര്യത വേണ്ടേ? നാളെ ഇങ്ങനെ ഒരു കാര്യം വരാതിരിക്കണമെങ്കിൽ ഇന്ന് കുറ്റകൃത്യം ചെയ്തവർ സമൂഹത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണം. ഇത് 5 വർഷം മുൻപുണ്ടായ ഒരു റിപ്പോർട്ടാണ്. അതിനുശേഷം വന്നവരൊക്കെ വലിയ മിടുക്കരാണ്, അവരെല്ലാവരും പ്രതികരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് മലയാളം സിനിമയിൽ ഇത് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇന്നും മലയാള സിനിമയിൽ ഒരുപക്ഷെ ഇത്രയുമോ ഇതിലധികമോ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ 2-2.5 മണിക്കൂർ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ ഒരു വിനോദത്തിനുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ നമ്മൾ പോയി കാണുന്ന സിനിമ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന നായകന്മാർ അല്ലെങ്കിൽ നിയമപാലകർ എന്ന രീതിയിൽ നമ്മൾ ആ ഒരു വേർഷനിൽ നമ്മൾ കാണുന്ന, പ്രതീകാത്മകമായി കാണുന്ന കുറേ ആൾക്കാർ അവരുടെ ഒരു ലോബി ഇങ്ങനെ സമൂഹത്തിൽ ഇത്രയധികം തിന്മകൾ നടത്തിക്കൊണ്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ള ഭീകരമായ ഒരു റിപ്പോർട്ടാണിത്. ഇത് ഈ പറയുന്നത് പോലെ ഇത് നടക്കും, ഇനിയും നടക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സമീപനമാണ് ഇതിനെന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഇതിനുണ്ടാകാൻ പോകുന്നത്. ഇതൊരു വ്യവസായം തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. ഒരു വ്യവസായത്തിന് വേണ്ട എന്തെങ്കിലും നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒരു പെട്ടിക്കട നടത്തുന്നവനെ പോലും ഫൈൻ അടിക്കുകയും അവിടെ ചെക്കിങ്ങിന് പോവുകയും ചെയ്യുന്ന ഗവൺമെൻറ് സിനിമ എന്ന് പറയുന്ന ഇത്രയധികം ഒരു പൈസ ചെലവാക്കുന്ന അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയിൽ എന്ത് ഇടപെടലാണ് ഗവൺമെൻറ് നടത്തുന്നത്? നമുക്കറിയാം, നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് കേട്ട്. എനിക്കിതൊക്കെ അറിയുന്നതാണ്, ഇതിലെനിക്ക് പുതുമയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ വളരെ ഒരു നാണോ ഇല്ലാതെ എന്ന് ഞാൻ പറയും, ഒരു നാണോ ഇല്ലാതെ പറയുന്ന മുതിർന്ന സിനിമാ പ്രവർത്തകരെ പലരെയും വാക്കുകൾ ഇന്ന് കേട്ടു. എന്ത് സംസ്കാരമാണ് ഇതിലുള്ളത്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക കേരളം ലജ്ജിക്കുകയാണ് ഇവരുടെയൊക്കെ വാക്കുകൾക്ക് മുന്നിൽ നിന്ന് പറയണം. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നാളെ സിനിമാ മേഖലയിലേക്ക് ഏതെങ്കിലും കുട്ടികളെ വിടാൻ മാതാപിതാക്കൾ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അനുവദിക്കുന്ന ഒരു രീതിയാണോ ഇത്? ഇതിൽ സുതാര്യമായിട്ടുള്ള 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ്, ഒരു മാഫിയ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണത്.
അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത്. അതിൽ സുതാര്യത വേണം. 15 പേർക്ക് ഞാൻ പറയട്ടെ, ഇത്രയധികം മോശം കാണിക്കുന്ന ഈ ഒരു വലിയ ഒരു സാംസ്കാരിക രംഗത്ത് നിലനിൽക്കുന്ന ഒരു കലയെ ഇത്രയധികം മോശമാക്കുന്നവരെ എന്തിൻ്റെ പേരിലാണ് മുഖം മൂടിയിട്ട് നിർത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി വരുന്നവരെങ്കിലും ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നിയമ നടപടിയാണ് ഇതിലേക്ക് വേണ്ടത്. അതിനൊപ്പം തന്നെ 5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെന്റിന് ഇതിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ഒരു പെൺകുട്ടി ഒരു യുവ സിനിമാ നടി വഴിയിൽ വെച്ചിട്ട് വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നതുമൊക്കെ. ഇതിനിടയ്ക്ക് നമ്മൾ പൊതുവേ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പറയാറുണ്ട്, സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അതൊക്കെ ഗോസിപ്പിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ആധികാരികതയില്ല എന്നൊക്കെ പറയും. എല്ലാ ഫീൽഡും പോലെ തന്നെയാണ് സിനിമാ ഫീൽഡും എന്നൊക്കെ പറയുന്നെങ്കിലും ഇത്രയും ആധികാരികമായിട്ടുള്ളൊരു റിപ്പോർട്ട് 2 വർഷം ഇത്രയധികം പ്രമുഖരായിട്ടുള്ള ഒരു ജസ്റ്റിസ് ഹേമയെ പോലുള്ള ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു വനിത നേതൃത്വം നൽകിയ ഒരു റിപ്പോർട്ട് ഇത്രയധികം ഈ ഒരു മേഖലയിലെ അത്യാചാരം, അതായത് എന്താ പറയുക, ക്രിമിനലിസത്തിനെ തുറന്നു കാണിക്കുമ്പോൾ എന്ത് ലാഘവത്തോടെയാണ് ഈ ഗവൺമെൻറ് അതിനെ കണ്ടതെന്നാണ് ഈ 5 വർഷം ഇത് പൂഴ്ത്തി വെച്ച്. എന്ത് പഠിക്കാനാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്? അത് കുറെ കൂടെ എൻകറേജ് ചെയ്ത് കൊടുക്കാനോ? 2 വർഷം മെനക്കെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് മടക്കി വെച്ച് എന്ത് സന്ദേശമാണ് ഈ ഗവൺമെൻറ് സിനിമയിലുള്ളവർക്ക് കൊടുത്തത്? അപ്പോൾ ഈ റിപ്പോർട്ട് വന്നാലും എന്ത് വന്നാലും കുഴപ്പമില്ല, ഗവൺമെൻറ് ആരെയോ സംരക്ഷിക്കുന്നു, അവർക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിക്കുന്നു. ഈ രീതിയിൽ പോവുക ഇത് പൊതുജനങ്ങൾ കൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ പൈസ കൊടുത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്ന 2-2.5 മണിക്കൂർ പോയിരുന്ന് കാണുന്ന ഒരു കലാ ഉപാധി, അത് മാന്യമായിരിക്കണം അതിൽ നടക്കുന്നത് എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മറ്റു തൊഴിൽ മേഖലകളെ പോലെയല്ല സിനിമാ മേഖലയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വസ്ത്രം മാറാനുള്ള സംവിധാനമില്ല, ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനമില്ല, ഭക്ഷണം മര്യാദയ്ക്ക് ലഭിക്കുന്നില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇങ്ങനെയാണ് സിനിമാ മേഖലയിൽ നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോയി അഭിനയിക്കുന്നത്. ഇതാണ് സാഹചര്യം. ഇതൊക്കെ ഇന്ന് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. 5 വർഷം മുൻപ് നൽകിയ മൊഴികൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സർക്കാർ ഇനി കോൺക്ലേവ് വിളിക്കാനിരിക്കുന്നു. ഈ പീഡകരെ കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചനയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്.